ഇപ്പോൾ നമ്മളങ്ങനെ ദാസപ്പനും ഞാനും വിനോ ഇടുക്കിയും ഹണി റോക്കിൻ്റെ അടിവശത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു 500 മീറ്റർ ഉണ്ട് നടപ്പ്. അപ്പോൾ നമുക്ക് ഹണി റോക്ക് കാണണ്ടേ. അപ്പോൾ അതിൻ്റെ എൻട്രി കവാടം കേട്ടോ. ഈ പാറക്കടിയിലൂടെയാണ് നമുക്ക് കയറേണ്ടത്. ഭീമമായ ഒരു പാറയാണ്. അപ്പം ഇവിടെ തന്നെ നമുക്കൊരു വാച്ചിങ്ങിനായിട്ട് ഇവർക്കൊരു ഹോം സ്റ്റേ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ തേൻ വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട്. ഇവിടുന്ന് നമുക്കങ്ങോട്ട് 500 മീറ്ററോളം ഉണ്ട് നടപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുത്തെ ജീവനക്കാരാ, ഇവിടെ താമസിക്കുന്നവരാ? അപ്പോൾ ചേട്ടാ ഇതിൻ്റെ മേലിൽ എത്ര റാട്ടുണ്ടാവും നമുക്ക് ഇവിടെ ഈച്ച? 100 കാണും. അപ്പം അതാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇല്ല, ഇനി കൂടുതലായിട്ട് വരും. ആഗസ്റ്റ് മാസമാണെങ്കിൽ 300 വരും. അപ്പം നിങ്ങൾ തന്നെ ഇത് എടുക്കുന്നത്? എടുക്കുന്ന വെച്ചാൽ എല്ലാം ഒരു സൈഡിലുള്ളത് മാത്രം. ആ പൊക്കം കുറയുന്ന സ്ഥലത്ത് മാത്രം എടുക്കും. പിന്നെ ടോപ്പുള്ളത് അതിലുള്ള ആൾക്കാരിൽ നമുക്കില്ല. ഇല്ല, ടോപ്പിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് പറയുന്നത് ഇപ്പോൾ ഒരു 100 തേനീച്ച മാത്രമേ ഉള്ളൂ. തേനീച്ചയല്ല, 100 റാട്ട് മാത്രമേ ഉള്ളൂ. അപ്പം സീസൺ ആയി കഴിയുമ്പം 300 മേളിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേ നമുക്ക് കയറി പോകണം. ഇത് നല്ല ഇച്ചിരി ട്രക്കിംഗ് ആണ്, പക്ഷെ എന്നാലും നമുക്കിത് കുറവാണ്. ഇപ്പോൾ നമുക്ക് ട്രക്കിങ് ചെയ്യുമ്പം ഒരു ചെറിയ മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇത് നമുക്ക് വിഷയമുള്ള കേസല്ല. 500 മീറ്ററല്ലേ ഉള്ളൂ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് കയറി പോകുന്നത്. ഇവിടെ കാപ്പികളാണ്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ കാപ്പികൾ മാത്രമല്ല, ഇവിടെ ബന്ദിപ്പൂവിൻ്റെ ഒരു തോട്ടമാണ്. അത് കൂടാതെ ഇതിനിടയ്ക്ക് ബീട്രൂട്ടും വെച്ചിട്ടുണ്ട്, ചീരയുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയെല്ലാം അവർ സക്കലം പോലും സ്ഥലം വേസ്റ്റ് ആക്കുന്നില്ല. ഈ കാണുന്നതൊക്കെ ഉണ്ടോ, ബീട്രൂട്ട് നട്ടിരിക്കുകയാണ്, തോട്ടങ്ങളാണ്. പിന്നെ അത് തന്നെയുമല്ല, ഇതുണ്ടോ നമ്മുടെ സവളയില്ല, സോറി കേട്ടോ, വെളുത്തുള്ളി. സവളയും വെളുത്തുള്ളി ഏറെക്കുറെ ഒരുപാട്. ഇപ്പോൾ അത് സീസൺ ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പം സീസണാണ്. ഇപ്പോഴേ ഫുഡ് കഴിച്ചിട്ട് കയറാനൊരു മടി. കാരണം ഇത്രയും കയറ്റം ഉണ്ടെങ്കിൽ നമ്മളത് ഫുഡ് കഴിക്കുന്നതല്ല, ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ. എന്നാണേലും സംഭവം തന്നെയാണ് കേട്ടോ. 100 റാട്ട് ഇപ്പോൾ ഉണ്ട്. സീസണൊക്കെ ആയി കഴിയുമ്പോൾ 300 ഈച്ച റാട്ടൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തേനൊക്കെ വിപണി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മേളിലിങ്ങനെ പാറുണ്ട്. ഇവിടെ വല്ലതും കാണാൻ പറ്റും. ഈച്ചയൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അറിയില്ല, അതൊക്കെ ഉദ്രവിക്കുന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. റാട്ടിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങൾ പരുന്ത് ശല്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഈ പരുന്ത് ഇതൊന്ന് കൊത്തും, ഈച്ച ഇളകും, അന്നേരം ഇങ്ങോട്ട് ആരെ പ്രവേശിക്കത്തില്ല. അടിപൊളി വെള്ളം വരുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ടോ, അതിനൊരു കുഞ്ഞൊരു ഇതിനകത്താണ് വെള്ളം എടുക്കുന്നത്, ഓസിനകത്ത് നിന്ന് ഉണ്ടോ. ആ വരുന്ന ഉറവയാണ് വെള്ളം എടുക്കുന്നത്. കാരണം നടന്ന് വിഷമിച്ച് കയറി വരുന്നവർക്കൊക്കെ കുപ്പിക്കുണ്ടെങ്കിൽ കുപ്പിക്കകത്ത് വെള്ളം പിടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും ഉണങ്ങി കിടക്കും കേട്ടോ. ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ട് ശരിക്കും കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ ഇവിടെ ഹണി റോക്ക്. മൊത്തം ഈച്ചയാണ് കേട്ടോ. ഇപ്പം തന്നെ ഒരു 100 ഉണ്ടെന്നാണ്. പക്ഷേ 100 അല്ല കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും 100 അല്ല കേട്ടോ. ഈച്ച ഇളകി നിൽപ്പുണ്ട്. നമുക്ക് എപ്പോഴും കയറാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഈച്ച പറക്കുന്നുണ്ടോ. ഇത് പരുന്തിൻ്റെ ഒരു ശല്യമുണ്ട്. ഈ പരുന്താണ് ഈ ഈച്ച മുഴുവൻ ഇളക്കുന്നത്. റോക്ക്, തേൻ പാറ, മധുരമുള്ള പാറ എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ഈച്ച ഞാൻ പറഞ്ഞില്ലേ ഇളകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ ഇത് പരുന്തെന്തോ ഇതിന് ആക്രമിക്കുന്നുണ്ട്, അതാണ് ഈച്ച ഇളകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതിനേരം നിൽക്കുന്നില്ല. ഈച്ച ഇളകിക്കഴിഞ്ഞാൽ കുത്തിക്കഴിഞ്ഞാൽ വിഷയമാണ്. ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പം 100 അല്ല, അതിന് മേളിൽ നമുക്കൊന്ന് കാണാൻ പറ്റും. ഇവിടെ പോന്നെ അതാ നിൽക്കുന്നില്ല. ഇനി പോകാം, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം. ബ്രഹ്മരം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഇനി അടുത്ത പോകുന്നത്. ഉണ്ടോ, ഇവിടെ എല്ലാം ഈ പാറന്ന് വീഴുന്ന വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം അതിൽ വീഴുന്നതുകൊണ്ടും ഈച്ച ഇളകും കേട്ടോ. ഉണ്ടോ, ഇതിന് മേളിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് പാറയുടെ മേളിൽ. അപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് പകലെടുക്കുന്നത്? ഇത് രാത്രി വേറെ ആൾക്കാരെ എടുത്തോളും. അപ്പോൾ നമ്മുടെയാണ് സ്ഥലം.
ഇതൊക്കെ നമ്മൾ ജനിക്കും മുമ്പ് തൊട്ടുണ്ട് ഉള്ളതാ വർഷങ്ങളായിട്ട് കാലകാലം കൊണ്ടുള്ളതാ. എൻ്റെ പേരാണ് അളകർ സ്വാമി. അളകർ സ്വാമി അല്ല തോട്ടം പ്രൈവറ്റ് ചേട്ടൻ്റെ പ്രോപ്പർട്ടി അത്. ഞങ്ങളുടെ പ്രോപ്പർട്ടി. അപ്പോൾ ചേട്ടൻ്റെയാണ് ഈ കൃഷിയല്ല, ഈ ബീട്രൂട്ടും ചെടിയല്ല. ഓക്കെ, നല്ലതായിരിക്കുന്നു. ഇതിലെ വന്നാണ് പറഞ്ഞോണ്ടോ, ഇതെല്ലാം ആന ചവിട്ടിയ ഒരു ഭാഗമാണ്. ഇതാണ് ഇതുണ്ടോ, ഇതൊരു ആനയുടെ ഇതുണ്ടോ, ഇതൊരു ആനയുടെ കാൽപാദമാണ്. ഇത് ആന വന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ആന വരുന്നത് അല്ലേ? ഓ, അതുണ്ട്. ഇത് ആന വന്നേ, ആനയിലെ വന്നേ, അതിലെ വന്നു. ഓ, അത് ചവിട്ടിപ്പടുത്തുണ്ടോ. അപ്പോൾ ഈ കാണുന്ന മുള്ളുവേലി എല്ലാം നല്ല വാരിക്കേടെല്ലാം ആന നശിപ്പിച്ച് കേട്ടോ. ഇതിനാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് ആനകളുടെ ശല്യം കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു. മേളിൽ 7 ആനക്കൂട്ടം വന്നാണ് ആ പാവങ്ങളുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ വെളുത്തുള്ളി കൃഷിയെല്ലാം നശിപ്പിച്ച്. അപ്പോൾ അതുപോലെ ഇവരുടെയും കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ്. ഇതിലിങ്ങനെ കയറി അങ്ങനെയാണ് സംഗതി ആന പോയിരിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, ആന വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പനമരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇത് ചായ്ക്കാനാണ് ആന വന്നെന്നാണ് പറയുന്നത്. വേറെ കൃഷിയൊന്നും നശിപ്പിച്ചിട്ടില്ല, പക്ഷെ അത് പറിച്ച് തിന്നിട്ടില്ല. പക്ഷേ ഈ പനയുടെ വീട്ടിലാണ് ആന വന്ന് തമ്പടിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇനിയും വരും. അതിനിപ്പോൾ ശക്തമായിട്ടുള്ള ഒരു കാവലാണ് ഇവിടെ ഇവർ നിൽക്കുന്നത്. ഇവിടെ ഇത് പടത്തി കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആന വീണ്ടും വരും. ഫാമാണ് ഇതുണ്ടോ, ഇങ്ങനെ മൊത്തം സ്ട്രോബെറിയുടെ തോട്ടമാണ്. അല്ലേ, അത് തന്നെയല്ല, പിന്നെ ഇവിടെ കാണുന്ന വേറൊരു സാധനം ബ്ലാക്ക്ബെറി. കാണുന്ന ബ്ലാക്ക്ബെറിയാണ് കേട്ടോ. ഇത് പിന്നെ ഇത് കൂടാതെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ സ്ട്രോബെറി ഫാമാണ്, സ്ട്രോബെറി തോട്ടം. ഇവിടെ വിളവെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഇവിടെ ഒത്തിരി പേര് മേടിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറയാണ് ആന വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സന്ധ്യയ്ക്ക് ഇവിടുന്ന് ഇറങ്ങണം. പിന്നെ ഇതവിടെ കുറേ ഫാമുണ്ട്, ഫ്ലവർ ഫാമാണ്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. ഇവിടെയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാണല്ലോ ഇതുപോലുള്ള ഹോം സ്റ്റേകളും ഹോട്ടലുമാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ.